മക്കളെ, പ്രമോദ് പെരുന്നോണ്ണയാണ്. ഇന്ന് പേപ്പറിൽ വന്നൊരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ. ഡൽഹിക്കാരനായ വൈഭവ് എന്ന CBSE വിദ്യാർത്ഥി തനിക്ക് കിട്ടേണ്ടിയിരുന്ന 95% മാർക്കിൽ ഫിസിക്സിന് 75% പോലും കിട്ടിയില്ല. അപ്പോൾ ആ കുട്ടി റീവാലുവേഷന് കൊടുക്കുകയാണ്. അപ്പോൾ റീവാലുവേഷന് കൊടുക്കാൻ ഈ ഉത്തരപേപ്പർ നോക്കുന്നവരുടെ അനാസ്ഥയാണല്ലോ. അപ്പോൾ അതിന് 8,000 രൂപ ഒരു കുട്ടി അടക്കണം. CBSEയിൽ പഠിക്കണ 18 ലക്ഷത്തോളം ഇന്ത്യയിലെ കൗമാരക്കാരുടെ വിഷയമാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ CBSEയിൽ പഠിക്കുന്നുണ്ട്. എന്ത് ആധികാരികതയാണ് ഈ പഠനത്തിനുള്ളത്? പക്ഷെ ഇതിനൊന്നും CBSEനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നമ്മളെ ഭരണകർത്താക്കൾ മുതലേനെ പിടിക്കാനും പോയിട്ടും ചായ ആറ്റിയിട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടും MAയുടെ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടും ഒക്കെയാണ് ഈ നാട് ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഭരിക്കണ ഇന്ത്യയിൽ ഇതും ഇതിൻ്റെ അപ്പുറം നടക്കും. അപ്പോൾ ഈ വൈഭവ് 95% മാർക്ക് കിട്ടിയ കുട്ടിയുടെ ദുരവസ്ഥ ഇതാണ്. എന്നിട്ട് മൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടി കാത്തിരിക്കുകയാണ്. ആ കുട്ടിക്ക് ഡിഗ്രിക്കും അതുപോലെ എൻജിനീയറിങ്ങിനോ MBBSനൊക്കെ പഠിക്കാൻ ഉള്ള ആ കുട്ടിയുടെ ഒരു വർഷം നഷ്ടപ്പെടുകയാണ്. ഇതാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് UP, ബീഹാർ, ആസാം, ബംഗാളൊക്കെ പൈസ കൊടുത്തിട്ട് IPSഉം IASഉം നേടുകയാണ്. എന്തിന് കേരളത്തിൽ തന്നെ ഡോക്ടറേറ്റ് കിട്ടിയിരുന്ന ആളുകൾ വളരെ വിരളായിരുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിലടക്കം സാമൂഹ്യ പ്രവർത്തനത്തിന് ഒരു സാമൂഹ്യ പ്രവർത്തനവും നടത്താത്ത ഒരുത്തന് സാമൂഹ്യ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റാണ്. ഇതാണ് നാടിൻ്റെ അവസ്ഥ. പൈസ കൊടുത്താൽ എന്തും കിട്ടും. മനുഷ്യത്വവും മനസ്സും അല്ലാത്തതൊക്കെ ഇപ്പോൾ വാങ്ങിയാൽ കിട്ടും. അച്ഛനെ അമ്മേനെ വരെ വാങ്ങിയാൽ കിട്ടുന്ന കാലമാണ് ഇപ്പോഴത്തെ. ഈ സംഘികൾ പശുവിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഈ കുട്ടികളുടെ മസ്തിഷ്കടക്കം വിൽപ്പനച്ചരക്കാക്കി മാറ്റുകയാണ്. ഇത്രയും ഒരു കുട്ടി CBSE പരീക്ഷ എഴുതുമ്പോഴേക്കും 17-18 വർഷക്കാലം നിരന്തരം പഠിച്ചിട്ടാണ് അവൻ 95% മാർക്ക് കിട്ടുന്നില്ല ആത്മവിശ്വാസത്തിൽ പോയിട്ട് പരീക്ഷ എഴുതുന്നത്. അവൻ്റെ മസ്തിഷ്കമാണ് ഇവർ വിൽക്കണതായിരിക്കാം. ഈ 20-30% മാർക്ക് കിട്ടുന്ന ആളുകൾക്കാണ് ഈ വിൽക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു. ഏത് ചോദ്യപേപ്പറാണ് ഇവരുടെ ചോരാത്തത്? ഇതിനൊക്കെ എതിരെ ഞാൻ പറയാം, ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം കോൺഗ്രസിനൊന്നും നമ്പി ഇരിക്കരുത്. കോൺഗ്രസ് പറഞ്ഞ സാധനം പിന്നിന്ന് കുത്തണവരാണ്. അവർക്കൊന്നും യാതൊരു ആദർശവും ഇല്ലാത്ത പാർട്ടിക്കാരാണ്. അതിനെക്കാട്ടിലും നല്ലത് BJP ആണ്. BJP മുന്നിന്നില്ല കുത്തല. കോൺഗ്രസിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി നല്ലത് BJP ആണെന്ന് എൻ്റെ അഭിപ്രായം. വളരെ വൃത്തികെട്ട സ്റ്റാലിനൊക്കെ ചെയ്തത് ഒപ്പം നിന്ന് പിന്നിന്ന് കുത്തണ പരിപാടിയാണ് കോൺഗ്രസ് ചെയ്തത്. ഈ CJP പറഞ്ഞിട്ട് ക്രോച്ച് ജനതാ പാർട്ടി, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സഖാക്കൾ സപ്പോർട്ട് ചെയ്യണം. കേന്ദ്രത്തിൽ അത്തരം പാർട്ടി വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഈ BJPനെ തറ പറ്റിക്കണച്ചാൽ ഏത് പാർട്ടിയുടെ ഒപ്പം, കോക്രോച്ചോ തേളോ ആന പുലിയോ ഏത് പാർട്ടി ആയിക്കോട്ടെ അതിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എൻ്റെ ചാനൽ വള്ളുവനാടൻ ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.